സലഫുകളുടെ വാചകങ്ങൾ എടുത്താൽ ദീർഘമായ 20 വർഷം ഞാൻ എന്റെ നാവിനെ ശരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് ശരിയായിട്ടില്ല. ഇപ്പോഴും അത്ലുബു, ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ നാവിനെ ശരിയാക്കി എടുക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ മഹാപണ്ഡിതന്മാരുടെ ജീവിതവും അധ്വാനമൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു വിഷയം സംസാരിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് അർഹതയില്ല. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് എന്തിനു പറയുന്നു എന്ന ഖുർആനിന്റെ പ്രയോഗത്തെ ഭയന്നുകൊണ്ടും ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയ തീരുമാനങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയുകയും പിന്നീടത് പ്രാവർത്തികമാക്കാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുകയുമാണ് വേണ്ടത് എന്ന തത്വങ്ങളെല്ലാം വെച്ച് ആ ഒരു മനസ്സമാധാനത്തിൽ ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. അള്ളാഹു പറയുന്ന കാര്യങ്ങൾ, അതിലുപരിയായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് നിലനിർത്താനുമുള്ള തൗഫീഖ് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് ഒരു വ്യക്തി എത്ര കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളും അയാളുടെ സംസാരവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നത് വളരെ സുപ്രസിദ്ധമായ, പൊതുവെ നമുക്കൊക്കെ അറിയുന്ന ഒരു വചനത്തിലൂടെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അഹ്സാബിലെ 70-71 വചനങ്ങൾ ഇതാണ് ബോധ്യപ്പെടുത്തുന്നത്. മദ്യപിച്ച് ലക്കുകെട്ട് അല്ലെങ്കിൽ അവിഹിതങ്ങളിൽ ഏർപ്പെട്ട് അശുദ്ധരായി ജീവിക്കുന്ന ഹക്കും ബാത്തിലും നോക്കാത്ത ആളുകളെ കുറിച്ചൊന്നും അല്ല നമ്മൾ ഇന്ന് പറയുന്നത്. അവരോടുള്ള പ്രസംഗമല്ല ഇന്നത്തെ പ്രസംഗം. മറിച്ച് എല്ലാ ദിവസവും ഖുർആൻ ഓതും, എല്ലാ സുന്നത്തും നിസ്കരിക്കും, പാവങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കും, ഭയങ്കര ഓക്കെയാണ്. അങ്ങനത്തെ ആളുകളോട് തന്നെയാണ് ആദ്യമായി ഖുർആനിന്റെ അഭിസംബോധന. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദൻ, നിങ്ങൾ ശരിയായ വാക്കുകൾ പറയണം. അങ്ങനെ പറഞ്ഞാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമല് നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടും. നിങ്ങളുടെ അമലിന്റെ ഗുണഫലം നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല വാക്ക് പറയണം. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുന്നവർ അവർ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവർക്ക് മഹത്വരമായ വിജയം കാത്തിരിക്കാൻ പറ്റും എന്നാണ്. അതുകൊണ്ട് സംസാരത്തെ ശരിയാക്കിയെടുക്കുക എന്നുള്ളത്, നാവിലൂടെ വരുന്ന അബദ്ധത്തെ ശരിയാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ പരലോക വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നമ്മളെ നാട്ടിലും രാജ്യത്തൊക്കെ പലരെയും പാപ്പരായി പ്രഖ്യാപിക്കും. കോടികൾ ഗവൺമെന്റിന് കൊടുക്കാനുണ്ടാകും, അവരെ പാപ്പരായി പ്രഖ്യാപിക്കും. പാപ്പരായി പ്രഖ്യാപിച്ചാല് പിന്നെ പൈസയും കൊടുക്കണ്ട, ജയിലിൽ കിടന്നാൽ മതി, അല്ലെ? കോടികൾ ഇപ്പൊ പൊതുവെ നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണത, കോടികൾ കടണ്ടാവാനും ഭയങ്കര വലിയ ബിസിനസ് ഒന്നും നടത്തണ്ട. എങ്ങനെയാണെന്ന് അറിയില്ല, ആളുകൾ ലക്ഷത്തിന്റെയും കോടിന്റെയും മാത്രം കടാണ് ഇപ്പോ മൊത്തത്തിൽ പറഞ്ഞേക്കണത്. എവിടേക്കാണ് ഈ പൈസയൊക്കെ കൂടെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരിക്കലും മനസ്സിലായിട്ടില്ല. എന്താണ് ഈ സംഭവിക്കണമെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നും അവരാണ് ഏറ്റവും വലിയ പാപ്പര്. എന്നാൽ 500 തലമുറകൾക്ക് ജീവിക്കാൻ പൈസ ഉണ്ടെങ്കിലും ഈ രാജ്യത്തിന്റെ നേർപകുതി ഒരാളുടെ ഒറ്റ ആധാരത്തുമ്മലാണെങ്കിലും, ഈ രാജ്യം മുഴുവൻ ഒറ്റ ഒരാളുടെ ആധാരത്തിലാണെങ്കിലും, റിസർവ് ബാങ്ക് തന്നെ അവന്റേതാണെങ്കിലും അവൻ പാപ്പരായിരിക്കും. എപ്പോ? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിനെ കുറിച്ച് പറയാണ്. പ്രവാചകൻ ഒരു ദിവസം സഹാബത്തിനോട് ചോദിച്ചു, അതദറൂന മൽ മുഫ്ലിസ്, അല്ലെങ്കിൽ മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് സ്വഹാബത്തെ നിങ്ങൾക്ക് അറിയുമോ? ഖാലു, അവര് പറഞ്ഞു, നമ്മളൊക്കെ വിചാരിച്ച പോലെ തന്നെ, അൽ മുഫ്ലിസു മല്ല ദിർഹമ ലഹു വല മതാ. മുഫ്ലിസ് എന്ന് പറയുന്നത് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും ദീനാറും ദിർഹമൊന്നും ഇല്ലാത്ത ആളല്ലേ നബിയെ? കയ്യില് കാശില്ലാത്തവനെ പറ്റിയല്ലേ നബിയെ മുഫ്ലിസ് എന്ന് പറയാന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള മുഫ്ലിസ് എന്ന് പറയുന്നത് യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ, അവൻ പരലോകത്ത് നിസ്കാരവും നോമ്പൊക്കെ കൊണ്ടുവരും, വസക്കാത്തിൻ, സക്കാത്തും കൊണ്ടുവരും. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് നിസ്കരിക്കാത്തവരെ കുറിച്ചോ വ്യഭിചാരിയെ കുറിച്ചോ മദ്യപാനിയെ കുറിച്ചോ ഒന്നുമല്ല നമുക്ക് പറയാനുള്ളത്. എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്രമമുണ്ടാക്കി നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെയാണ് ഈ പറയണത്. അവൻ നിസ്കാരം കൊണ്ടുവരും,
നോമ്പ് കൊണ്ടുവരും, സക്കാത്ത് കൊണ്ടുവരും. ശതമഹാദ, പക്ഷേ അവൻ വരുമ്പോ അവൻ ചെയ്തുവെച്ച കുറച്ച് പണിയുണ്ട്. ശതമഹാദ, ഒരാളെ പറ്റിയിട്ട് മോശം പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ വഖദഫഹാദ, വേറൊരാളെ പറ്റിയിട്ട് ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകും. ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകും. എന്താ ലൈംഗികാരോപണം ഉന്നയിക്കുക? അത് എഴുതിങ്ങാണ്ട് പോസ്റ്റർ എഴുതി ഒട്ടിക്കലൊന്നല്ല. പലപ്പോഴും ഇത് ആരെടുത്താ വരികയെന്നറിയോ? വളരെ ശ്രദ്ധിക്കണം, നമ്മള് വളരെ ശ്രദ്ധിക്കണം. വിധവകളെയൊക്കെ കുറിച്ച് പറയുമ്പോഴാണ്. വിധവയായ സഹോദരിമാര്, ഒരുപക്ഷെ ഞാൻ ഈ മിമ്പറിൽ തന്നെ രണ്ടു കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, സമാനമായ ചില വിഷയങ്ങൾ പറഞ്ഞപ്പോ. അതായത് എനിക്ക് വളരെ അടുത്തറിയുന്ന എന്റെ വളരെ ഒരു ക്ലോസ് ഫ്രണ്ട് മരണപ്പെട്ടപ്പോൾ ഞാനും എന്റെ ഭാര്യയും അവരുടെ കാണാൻ വേണ്ടി പോയി, വിധവനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അവരെ ഇതിലാണ്, നമ്മളവരെ കാണുന്നില്ല, വൈഫായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ നമ്മൾ കാണാത്തൊരു സ്പേസിൽ നിന്ന് അവർ കുറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പോഴാണ് ശരിക്ക് വിധവകൾ അനുഭവിക്കുന്ന മനസ്സംഘർഷങ്ങളുടെ ഒരു ലോകം അറിയുന്നത്. ഒരു വിധവ പുനർവിവാഹം ചെയ്യപ്പെടുമ്പോ ആ പുനർവിവാഹത്തിന്റെ പരിസരത്തുയരുന്ന കുറെ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ ഉണ്ടാകും, അല്ലെ? ആ വിധവ വിവാഹം ചെയ്തിട്ടില്ലെങ്കിലോ? ഈ വിഷയത്തില് നമ്മുടെ ഒരു ബഹുമാനനായ പണ്ഡിതന്റെ കൂടെ ഒരു 5 എപ്പിസോഡ് പീസ് റേഡിയോയില് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ എപ്പിസോഡ് പീസ് റേഡിയോയിൽ ചെയ്തു വിധവകൾക്ക് കൊടുക്കേണ്ട സംരക്ഷണത്തെ കുറിച്ച്. അത് അത്രയും മനസ്സിനെ ബാധിച്ചൊരു വിഷയമായതുകൊണ്ട്. അപ്പോ 100 കണക്കിന് വിധവകളുടെ മെസ്സേജുകൾ വന്നു. അതിലൊരു സഹോദരി പറഞ്ഞ എന്താ അറിയോ നിങ്ങള്? അതിലൊരു സഹോദരി പറഞ്ഞത്, ഞാൻ ഒരേ ഓട്ടോറിക്ഷക്കാരനെ തുടർച്ചയായി 2 വട്ടം വിളിച്ചാല് പിന്നെ അതിനെ പറ്റിയാണ് വീട്ടിലും കുടുംബത്തിലൊക്കെ ഉള്ള ആളുകളുടെ സംസാരം. രാത്രി 9:30 ശേഷം എന്റെ ഫോണ് ഞാൻ ഓൺലൈനായിട്ട് കണ്ടാല് അതിനെക്കുറിച്ചാണ് അടുത്ത സംസാരം. അതിന്റെയൊക്കെ പുറമെ വരുന്നോനും നിൽക്കണോനും ഇരിക്കണോനൊക്കെ ഒരു പ്രത്യേക നോട്ടാണ്. എന്നിട്ടൊരു സഹോദരി പറഞ്ഞൊരു വാചകം എന്റെ കാതിൽ ഇപ്പോഴും ഉണ്ട്. പറഞ്ഞെന്താ അറിയോ? എനിക്കൊരു ഭർത്താവിനെ വേണം, ആ ഭർത്താവിനെ എനിക്ക് ഒരിക്കൽ പോലും കാണണ്ട, ഫോട്ടോ പോലും കാണണ്ട, എനിക്ക് ഫോട്ടോ പോലും കാണണ്ട, അയാൾ എന്നെ ഒരിക്കൽ പോലും സ്പർശിക്കണ്ട. എന്റെ നിക്കാഹ് കഴിഞ്ഞതാണ്, എനിക്കൊരു ഭർത്താവ് ഉണ്ട് എന്ന് നാട്ടുകാർക്ക് അറിഞ്ഞാൽ മതി, അതിന് കിട്ടുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. ഞാൻ ഈ വാചകം ആരോടും കൂടിയാണ് പറയണമെന്നറിയോ? ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ തണലും കുണുപ്പും കുണിലും ഒക്കെ കിട്ടുന്ന ഒരു 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 വല്ലാത്ത അവസ്ഥയിൽ ഈ ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ വിലയും നിലയൊന്നും മനസ്സിലാവില്ല. കൂടെയുള്ള പെണ്ണ് മരിച്ചിട്ട് ഒരൊറ്റ രാത്രി അവളൊന്നിച്ചുറങ്ങി അതേ ബെഡിൽ ഉറങ്ങുമ്പോൾ കിട്ടുന്ന 1000 തിരിച്ചറിവുകൾ ഉണ്ടാകും. ആ തിരിച്ചറിവുകൾ പിന്നീട് ഡിപ്രഷനായിരിക്കും നമുക്ക്. നമ്മൾ പറഞ്ഞതും നമ്മൾ ചെയ്തതും നമ്മൾ പ്രവർത്തിച്ചതും നമ്മൾ ആജ്ഞാപിച്ചതും ഒക്കെ ഓർത്തോർത്ത് നമ്മൾ പിന്നീടുള്ള കാലം ഡിപ്രഷനിൽ കഴിയേണ്ടി വരും. എന്തൊക്കെ കുറവും കുറ്റം ഉണ്ടായിരുന്ന ഭർത്താവാണെങ്കിലും ഭർത്താവില്ലാത്ത ഒറ്റ രാത്രി, ആദ്യ രാത്രി, ഭർത്താവിനെ ഖബറിൽ കിടത്തി ജനം തിരിച്ചു പോന്ന ആദ്യ രാത്രി, ആ ഉറങ്ങുന്ന ആദ്യ രാത്രി ഉണ്ടല്ലോ, അതിനുണ്ടാകുന്ന പെയിൻ, അതിനുണ്ടാകുന്ന വേദന വിവരണാതീതമാണ്. ഇത് ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജുകളിൽ നിന്നും വോയിസുകളിൽ നിന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കുടുംബജീവിതത്തിൽ സൗരഭ്യവും സമ്പൂർണതയും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ പറയണത് ഖദ്ഫ് പറഞ്ഞപ്പോ പറഞ്ഞതാണ്. എങ്ങനെയാണ് ഈ ഖദ്ഫ് വരിക എന്ന് മനസ്സിലാക്കണ്ടേ, അതിനുവേണ്ടി പറഞ്ഞതാണ്. എന്താ, ഒരു വിധവയായ ഒരു സ്ത്രീ ഒരു 9:30 ശേഷം സ്റ്റാറ്റസ് നോക്കിയത് കണ്ടാല് അപ്പൊ തോന്നുക, അപ്പൊ ഒരു കമന്റ് പറയാം, അതിനാണ് ഈ ഖദ്ഫ് എന്ന് പറയാ. അതല്ലാതെ ഓളെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്നതിന് മാത്രമല്ല ഖദ്ഫ് എന്ന് പറയാ, അല്ലേ? അതല്ലെങ്കിൽ ഒരു ജോലി സ്ഥലമാണെങ്കിലും അവിടെയൊക്കെ സ്ത്രീ പുരുഷ ഇടപെടലുകൾക്കുള്ള ഒരു അതിർത്തിയും ദൂരമൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കേണ്ടതാണ്, അതിനൊന്നും ഒരിക്കലും ഞാൻ നിഷേധിക്കണില്ല. പക്ഷെ ഒരാളൊരു സ്ത്രീയോട്, ആ സ്റ്റാഫ് റൂമിലുള്ള ഒരു സ്ത്രീയോട് എന്തോ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കണത് കാണുമ്പോ ഇപ്പുറത്ത് അതിനെ പറ്റിയിട്ട് വർത്താനം പറഞ്ഞുണ്ടാക്കുക. ഓരങ്ങനെ തന്നെയെന്ന് വെച്ചോളൂ നിങ്ങൾ, പറയാനുള്ള റൈറ്റ് നമുക്കില്ല. വേറെ ആളെടുത്ത് അവരെ പോയി തിരുത്താനുള്ള അവകാശമോ സാഹചര്യമോ നിങ്ങൾക്കുണ്ടെങ്കിൽ തിരുത്താം, അതിന് കുഴപ്പമൊന്നുമില്ല. മറ്റേത് ഖദ്ഫാണ്. ആ ഖദ്ഫായിട്ട് വരുന്നോന്റെ അവസ്ഥയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഗൗരവപൂർവം ചില കാര്യങ്ങൾ നമ്മൾ ഉണർത്തിയിട്ടുള്ളത്. അതെന്താണ്? റസൂലുള്ള പറയാണ്, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഒക്കെ കൊണ്ടും അതിന്റെ കൂടെ മറ്റവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും,
ഇവനെപ്പറ്റി ഖദ്ഫ് പറഞ്ഞിട്ടുണ്ടാകും. വഅക്കലമാലഹാദ, മറ്റോന്റെ സമ്പാദ്യം തിന്നിട്ടുണ്ടാകും. അതെങ്ങനെ സമ്പാദ്യം തിന്നല്? കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കണം. സാധനം തൂക്കിന് വാങ്ങുമ്പോ ആ ത്രാസുതാൻ മരിക്കുമ്പോ ഒരു 25 ഗ്രാം ഓന്റത് തിന്നു. 25 ഗ്രാം അളവിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ത്രാസ് കറക്റ്റ് അതിന്റെ തൂക്കം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്താനല്ല, അവനാന്റെ പരലോകം ബോധ്യപ്പെടുത്താനാണ്. ത്രാസ് കൃത്യമായ തൂക്കാണോ, അതിന്റെ പ്രത്യേകിച്ച് ഡിജിറ്റൽ ത്രാസുകളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കണം. എന്തിനാണ് അതിന് സീല് വെപ്പിക്കേണ്ട നേരത്ത് സീല് വെപ്പിക്കേണ്ടത് എന്തിനാണ്? അത് 100% നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അത് ഡിപ്പാർട്ട്മെന്റിൽ നാള് വന്നാണ്ട് ഫൈൻ ഇടുന്നു വിചാരിച്ചിട്ടല്ല. മനസ്സിലായില്ലേ? അപ്പോ മായങ്ങൾ ചേർക്കുക, വിൽക്കുന്ന വസ്തുക്കളിൽ മായങ്ങൾ ചേർക്കുക. വണ്ടി വിൽക്കാണ്, വണ്ടിക്ക് കണ്ടമാനം കംപ്ലൈന്റ് ഉണ്ട്, പക്ഷെ അതൊന്നും പറയാതെ ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് വിൽക്കുക. ബർക്കത്ത് ഉണ്ടാവില്ല കൂട്ടരെ. അയിമന്ന് ചിലപ്പോ 25,000 റുപ്യ ലാഭം കിട്ടിയെന്ന് തോന്നും. ആ 25,000 മോൻ വീണിട്ട് കൈ ഒട്ടിയിട്ട് പോയിട്ടുണ്ടാവും. അത് നമ്മൾ കാണൂല. ദുന്യാവെന്നുള്ള നഷ്ടം അത്. ഇനി പരലോകത്ത് ചെല്ലുമ്പോഴോ ഇത് അവനെ വേറെ തന്നെ ബാധിക്കുന്നതാണ്. വസഫക ദമഹാദ, മറ്റവനെ അടിച്ചിട്ട് ഓന്റെ മേലെന്ന് ചോര വീഴ്ത്തി, അല്ലെങ്കിൽ അവനെ കൊന്നു, അല്ലെങ്കിൽ അവനെ അപകടപ്പെടുത്തി. വല്ലാറബഹാദ, വേറൊരുത്തനെ തല്ലി. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ പടച്ചോൻ? മുഫ്ലിസ് ആരാണെന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് എന്താ പറഞ്ഞേ? നബി, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ദീനാറും ദുർഹമൊന്നും ഇല്ലാതെ ഇവിടെ സാധുക്കളിൽ അല്ല. അവന്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസയും സമ്പാദ്യമൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ അടുത്ത് ഇബാദത്തും ഉണ്ട്, അദ്കാറുകളുണ്ട്, തഹ്ലീലുകളുണ്ട്, തക്ബീറുകളുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പടച്ചോൻ എന്താ ചെയ്യാറിയോ? ഇവൻ ഈ ചീത്ത പറഞ്ഞ, ഇവൻ ഈ ലൈംഗികാരോപണം ഉന്നയിച്ച, ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യും? ഫയുഅ്തഹാദാ മിൻ ഹസനാതിഹി, ഇവന്റെ നന്മ എടുത്തിട്ട് അവന് കൊടുക്കും. പിന്നെ വഹാദാ മിൻ ഹസനാതിഹി, ഈ നന്മ എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊടുക്കും. ഫൈൻ ഫനിയത്ത് ഹസനാതുഹു, അവന്റെ നന്മകൾ മുഴുവൻ തീർന്നാൽ ഖബ്ല അൻ യുഖ്ലാമ അലൈഹി ഉഖിദ മിൻ ഖതായാഹും, അപ്പോ ഇവന്റെ ഇവന്റെ അടുത്ത് നിന്നുള്ള ഇവൻ ചെയ്തു വെച്ചതിന് അടിസ്ഥാനത്തിൽ ഇവന്റെ നിസ്കാര നോവൊക്കെ കൊടുത്തു, അത് തീർന്നു. അത് കഴിഞ്ഞിട്ട് തീർന്നു. അപ്പൊ എന്ത് ചെയ്യുന്ന പറയാ പടച്ചോൻ? മറ്റോന്റെ തിന്മ അവനിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ വേഗം വൈറലാക്കാൻ നോക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം, അല്ലെ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കല്യാണം മുടക്കണ ഒരാളെ തല്ലിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. തല്ലിയതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തൊരു സംഭവം. അയാൾ അത് ചെയ്തോ അല്ല, അതൊക്കെ വേറെ കാര്യമാണ്. നടന്ന് കല്യാണം മുടക്കുക എന്ന് പറയുന്നത് അതൊക്കെ പരലോകത്ത് കിട്ടാണ്ടമാതിരി കിട്ടും, യാതൊരു സംശയമല്ല കേട്ടോ. കിട്ടേണ്ടമാതിരി കിട്ടും. കല്യാണം മുടങ്ങാൻ തോനെയൊന്നും പറയണ്ട. അതിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണ്ട, മതി കല്യാണം മുടങ്ങാനേ. തൊട്ട മുന്നത്തെ അയൽവാസിയാണ്, എന്നിട്ട് ചോദിക്കുമ്പോ പറയണത് അതിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണ്ട, നിങ്ങൾ വേറെ എവിടെയല്ല അന്വേഷിച്ചു. വളരെ ശ്രദ്ധിച്ചു പറയേണ്ടതാണ് സഹോദരന്മാരെ. എന്നാലോ ഉള്ളതുപോലെ പറയേണ്ടതും, അത് സത്യസന്ധമായ രീതിയിൽ പറഞ്ഞാല് നമ്മൾ കല്യാണം മുടക്കി ആവൂല, ഉറപ്പാ. എന്നാല് ഒരാൾ കല്യാണം മുടക്കാൻ തന്നെ കൂട്ടിക്കോളി. നിങ്ങള് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുകയാണ്. ആ യൂട്യൂബിൽ നിന്ന് ഇട്ടാക്കിയാൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഓന്റെ അടുത്ത് എടുത്തിട്ട് വേറെ ആൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇതിന്റെ റീച്ച് ഇങ്ങനെ കൂടും, ഇതിന്റെ കമന്റ്സ് ഇങ്ങനെ വരും. അപ്പോഴൊക്കെ ഇവന്റെ ഇവന്റെ അമലാണ് പോണത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതേപോലെ രാഷ്ട്രീയ രംഗത്തെ ലൈംഗികാരോപണങ്ങളും മറ്റൊക്കെ ഉണ്ടാകും. മലയാളികളാണെങ്കിൽ അവർക്ക് വേഗം പേര് വരുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാകും. ഇതൊക്കെ കൂടെ വെച്ചിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകളൊക്കെ അറ്റാക്ക് ചെയ്യും, അല്ലെ? ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ എന്തായാലും നരകത്തിലേക്ക് എന്നൊക്കെ കരുതി നമ്മള് സ്വർഗത്തേക്ക് എല്ലാം ചെല്ലുമ്പോ കാണാം ഓലും ഇങ്ങനെ ടാറ്റാട്ടിട്ട് പോകുന്നു ചിലപ്പോ. എന്താ കാരണം? ഇവന്റെ അമല് മുഴുവൻ എടുത്ത് കൊടുത്തിട്ട് പടച്ചോൻ കഴിച്ചിലാക്കുന്നതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് വളരെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാത്രല്ല ഫതുരിഹത്ത് അലൈഹി സുമ്മ തുരിഹത്ത് ഫിന്നാർ, അപ്പോ നന്മയ്ക്ക് എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇനി ഇവിടെ നന്മ കൊടുക്കുക, അല്ലെങ്കിൽ അവന്റെ തിന്മയ്ക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കും. അവസാനം അവനെ കൊണ്ട് നരകത്തിലിടും എന്നാണ്. മാത്രല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര നിസ്സാരമായിട്ട് കാണും, പക്ഷെ ഒരു വാക്കിനെ കുറിച്ചുള്ള ഒരു ഹദീസ് നോക്ക്. ഞാൻ ഒന്നും പറയണില്ല, ഹദീസ് അങ്ങനെ വായിച്ചു പോകണം. അബൂ ഹുറൈറ വന്നിരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമത്തിൻ മിൻ റിദ്വാനില്ലാ ലാ യുൽഖി ലഹാ ബാലൻ യർഫഉഹു അല്ലാഹു ബിഹാ ദർജതൻ. എന്താണ്? ഒരടിമ ഒരു വാക്ക് പറയും, ആ ഒറ്റ വാക്കുകൊണ്ട് അള്ളാഹു അവന്റെ ദറജ അങ്ങോട്ട് ഉയർത്തിയിട്ടുണ്ടാകും. ഒറ്റ വാക്ക്. എന്താ അത്? ഒറ്റ വാക്ക്. ചിലപ്പോ വളരെ വേദനിക്കുന്ന ഒരാളുണ്ടാകും, അയാളടുത്ത് ചെന്ന് പറയുന്ന ഒരു ആശ്വാസ വാക്കായിരിക്കും അത്. നമ്മൾ പ്രത്യേകം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. എനിക്ക് വളരെ വ്യക്തിപരമായി ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ സൈക്കാട്രി മെഡിസിൻ കുടിക്കുന്ന, മാരകമായ മാനസിക രോഗങ്ങൾക്ക് ചികിത്സിക്കപ്പെടുന്ന, അല്ലെങ്കിൽ
മാനസിക രോഗം അത് സമ്പൂർണമായ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്കൊക്കെ എത്തിയ വീടും കുടുംബങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ അയൽപക്കത്തും നാട്ടിലും പരിസരത്തൊക്കെ. അവിടേക്കൊന്നും പൊതുവെ ആരും ചെല്ലൂല, അവരൊന്നും ആരും സന്ദർശിക്കൂല, അവർക്ക് പെരുന്നാളിന് പോലും വിസിറ്റേഴ്സ് ഉണ്ടാവൂല, അല്ലെ? പലരും ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കും. നമ്മൾ സാധാരണ കുതിരവട്ടത്തിന്റെ ഉദാഹരണം പറയും. നമ്മളൊക്കെ പറയാം എന്നെ കുതിരവട്ടത്താക്കണം എന്നൊക്കെ നമ്മളൊക്കെ പണ്ടൊക്കെ പറഞ്ഞിരുന്നു. ഞാനത് അങ്ങനെ ഒരു വാക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് ഡിലീറ്റ് ആയി പോയത് എങ്ങനെ അറിയോ? നമ്മുടെ ഇഷ്ട യൂത്തിന്റെ സംസ്ഥാന സമിതി ഒരു പെരുന്നാളിന് കുതിരവട്ടത്തെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റൊക്കെ വേണ്ടിയിട്ട് പെരുന്നാളിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴാണ് ശരിക്കും അവിടുത്തെ ജീവിതങ്ങളെ അറിയണത്. അപ്പൊ അവിടുത്തെ വാർഡന്മാരോട് അവിടെ സെല്ലിൽ കിടക്കണ ഓരോരുത്തരെയും കുറിച്ച് ഇങ്ങനെ ചോദിച്ചു, വിശദാംശങ്ങൾ ഇങ്ങനെ ചോദിച്ചു. പലർക്കും നല്ല വീടും കുടുംബം ഒക്കെ ഉണ്ട്. ആ പെരുന്നാൾ ദിവസത്തിൽ പലരുടെയും വീട്ടിൽ ടേബിളിൽ ഭക്ഷണം വിളമ്പണുണ്ട്. പക്ഷെ വാപ്പിയമ്മയൊക്കെ മരിച്ചതിന് ശേഷം ജ്യേഷ്ഠന്മാർക്കും അനിയന്മാർക്കും ഒന്നും നോക്കാൻ കഴിയാത്തതുകൊണ്ട് ഓരോ ഭാര്യമാരുടെ നിൽക്കാത്തതുകൊണ്ടും പേടിച്ചിട്ടൊക്കെ എന്ത് ചെയ്തു, ഓരോടെ കുതിരവട്ടത്ത് കൊണ്ടുവന്ന് സെല്ലടിച്ചിരിക്കുകയാണ്. അയാൾക്ക് വെച്ചു കൊടുത്ത ഭക്ഷണപാത്രത്തിന്റെ അരികത്ത് കാഷ്ടം കണ്ടപ്പോ നമ്മൾ പറഞ്ഞു, സെല്ലിലെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഇവിടെ ആളുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, ഞാനിത് ഇപ്പൊ ക്ലീൻ ചെയ്ത് പോയിട്ടുള്ളൂ, നിങ്ങൾ നോക്ക്, അത് പുതിയതാണ് സാധനം, നിങ്ങളൊന്ന് എടുത്ത് നോക്ക്, പഴക്കണ്ടോ നിങ്ങൾ നോക്ക് സാറേ, നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനിത് ചെയ്യുന്നുണ്ട്, പറ്റണില്ല, ആകണില്ല. ഇതിന് കിട്ടണ ശമ്പളം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യൂല നമ്മള്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയണ സുഹൃത്തുക്കളെ, മനസ്സൊന്നും ഇങ്ങോട്ട് ചെറുതായിട്ടൊന്നും മറിഞ്ഞാൽ, ചെറുമട്ടത്തിലൊന്നും മറിഞ്ഞാൽ പിന്നെ വീട്ടിലൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ആളുകൾ ഇങ്ങനെ ആക്രമിക്കണവരും ദേഹോപദ്രവം ചെയ്യണവരൊക്കെ ആണെങ്കിൽ കുടുംബത്തിന് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളെ വീട്ടിലെ റൂമിലിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. അത് മാനക്കേടായി തോന്നുമ്പോ ചികിത്സക്കാണെന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടിടാൻ പറ്റും. അത്രല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അങ്ങനത്തെ ഒരു വീട്ടിൽ അങ്ങനത്തെ ഒരു വ്യക്തിന്റെ അടുത്ത് പോയിട്ട് പറയുന്ന ഒരു കൊച്ചു വാക്കായിരിക്കും, അല്ലെ? പെയിൻ കില്ലറിനെക്കാളും വേദനാസംഹാരികളായ വാക്കുകളുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മള് ഒരു ദുആ പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല അല്ലാഹുമ്മ അൻത തജ്അലുൽ ഹസന സഹ്ല ഹസന ഇൻ ശിഅത സഹ്ല. ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞിരുന്നു. എന്താ, പ്രസംഗത്തിനിടയിൽ ശബ്ദം പോയപ്പോ ഈ ദിക്ർ എനിക്ക് ഒരാൾ പറഞ്ഞു തോന്നുന്നു. ഖുത്ബ യൂട്യൂബിൽ പോയപ്പോ ഒരുപാട് ആളുകൾ ആ പ്രാർത്ഥന ചോദിച്ചു വിളിച്ചു. ആ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ, ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞപ്പോ എനിക്ക് വേറെ കുറെ അനുഭവം പറയാനുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ശരിക്ക് വേദന അനുഭവിക്കുന്ന മനുഷ്യർ മരുന്ന് തേടി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അപ്പോഴാണ് വേദനിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില പ്രാർത്ഥനകൾ പരിശോധിച്ച് ഞാൻ നോക്കുമ്പോ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ചൊല്ലാത്ത, ഒരു വട്ടം പോലും വായിച്ചു നോക്കാത്ത എത്രയോ മനോഹരമായ പ്രാർത്ഥനകളുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വാചകം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കലായിരിക്കും ചിലപ്പോ. അപ്പോ അങ്ങനെ ഒരു ഒറ്റ വാക്കുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് സ്വർഗം വാങ്ങാം. ഇനി ഇതിന്റെ നേരെ എതിരുണ്ട്. വഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ സഖത്തില്ലാഹി ലാ യുൽഖി ലഹാ ബാലൻ യഹ്വി ബിഹാ ഫീ ജഹന്നം. ഒറ്റ വാക്ക് മതി നരകത്ത് പോകാൻ, ഒരൊറ്റ വാക്ക് മതി നരകത്ത് പോകാൻ, അല്ലേ? ഒരാളെ പറ്റിയിട്ട് മോശമായ ഒരു കാര്യം പറയുന്നു, ഒരാളെ പറ്റിയിട്ട് നമ്മളൊരു മോശമായ കാര്യം പറയുന്നു, അതങ്ങനെ പ്രചരിച്ച് പലയിടത്തേക്കും എത്തുന്നു, കഴിഞ്ഞില്ലേ, ഖലാസ്. അതുകൊണ്ട് സംസാരം നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രല്ല നരകം കൂടുതൽ ആരാണ് വാങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ നാവിനെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞേ, എന്താ, അലാ ഉഖ്ബിറുക്കും ബിമലാക്കി ദാലിക കുല്ലി. പ്രവാചകൻ കുറെ പുണ്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാം, അത് മുഴുവൻ നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഹിഫുൽ ലിസാൻ, എന്താ, നാവിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ നാവിനെ പുറത്തേക്ക് പിടിച്ചിട്ട് ഉദ്ധരിച്ച സ്വഹാബി പറയണം, ആ പിടിച്ച രൂപ അടക്കം ആ സ്വഹാബി പറയുന്നുണ്ട്. അപ്പൊ വേറൊരു സ്വഹാബി അത്ഭുതത്തോട് ചോദിച്ചു, യാ നബി അല്ലാഹ് വ ഇന്നാല മുആഖിദൂന ബിമാ നതകല്ലമു ബി. ഞങ്ങൾ സംസാരിക്കുന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നാളെ അള്ളാഹുവിന്റെ അടുത്ത് ശിക്ഷ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ സക്കിലത്ത് ഉമ്മുഖ്, നിന്റെ ഉമ്മാക്ക് നീ ഭാരമാണ്. അഥവാ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ആക്ഷേപം അറിയിക്കാനും വിമർശനം ഉന്നയിക്കാനും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. സക്കിലത്തുക ഉമ്മുഖ്, നിന്റെ ഉമ്മാക്ക് നീ ബാധ്യതയാണല്ലോ എന്നുള്ള പ്രയോഗം. നീ വിചാരിക്കുന്നുണ്ടോ ജനങ്ങളെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തുന്ന കാര്യം
അവർ നാവ് കൊണ്ട് കൊയ്തെടുത്ത തിന്മകളാണെന്ന കാര്യം നീ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, മൻ യളുമനുലി മാ ബൈന ലിഹ്യൈഹി, ഒരാൾ തന്റെ 2 താടിയെല്ലുകൾക്കിടയിലുള്ള തന്റെ താടിയെല്ലിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യത്തിൽ ഇതിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തന്നാൽ, അഥവാ നാവിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തന്നാൽ, മാ ബൈന റിജ്ലൈഹി, അവന്റെ കാലുകൾക്കിടയിലുള്ളതിന്റെ കാര്യത്തിൽ അഥവാ അവന്റെ ലൈംഗികാവയവത്തിന്റെ കാര്യത്തിൽ അവൻ ഉറപ്പ് തന്നാൽ, അളുമനു ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ടുള്ള ഉറപ്പ് കൊടുക്കുകയാണ് എന്നാണ്. ലൈംഗികാവയവത്തെ സൂക്ഷിക്കുക, ലൈംഗിക രംഗത്തെ സദാചാരം പാലിക്കുക, അതേപോലെ തന്നെ നാവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ അവന് നാളെ പരലോകത്ത് ഞാൻ ഉറപ്പ് നൽകുന്നതാണ്. മാത്രല്ല, പ്രവാചകന്റെ അരികിൽ ആരായിരിക്കും പരലോകത്ത് ഉണ്ടാകുക എന്നുള്ളത് വെറുതെ ഒന്ന് വിസിബിൾ ആക്കി നോക്ക്. ലോകത്തെ കോടി മനുഷ്യരുടെ ആത്മീയ നേതൃത്വം, ഏകാത്മീയ നേതൃത്വം, മുസ്ലിം സമുദായത്തിന് ഏകാത്മീയ നേതൃത്വമേ ഉള്ളൂ. അത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പണ്ഡിതന്മാരോ പ്രഭാഷകന്മാരോ തങ്ങന്മാരോ അതൊന്നും ആത്മീയ നേതൃത്വമല്ല. അവർ നമ്മുടെ ലീഡർഷിപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവരുടെ ലീഡർഷിപ്പാണ്, അവരുടെ ഗൈഡൻസുകൾക്കും പ്രാധാന്യമുണ്ട്, അല്ലെ? അതിലൊന്നും യാതൊരു സംശയവുമല്ല. പക്ഷേ വിശ്വാസികളുടെ നേതാവ് എന്ന് പറയുന്നത് സയ്യിദ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹിയുടെ അരികിൽ ഇരിക്കാൻ ആർക്കാ പറ്റാം? ഇന്ന അഹബ്ബക്കും ഇലയ്യ വഅഖറബക്കും മിന്നി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നാളെ പരലോകത്ത് എന്റെ അടുത്ത് ഏറ്റവും അടുത്തുണ്ടാകുന്നതും നിങ്ങളിൽ സൽ സ്വഭാവികളായിരിക്കും. വ ഇന്ന അബ്ഗളക്കും ഇലയ്യ വഅബഅദക്കും മിന്നി ഫിൽ ആഖിറതി, നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും വിദൂരത്താകുന്നതും എനിക്ക് ഏറ്റവും കോപമുള്ളതും ഒന്ന് അസർസാറൂൻ, ഒരു കാര്യമില്ലാതെ വെറുതെ അങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സർസാർ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു ഉപകാരവുമില്ലാത്ത സംസാരം വെറുതെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അൽ മുത്തഫൈഹിഖൂൻ, ആരാണ് മുത്തഫൈഹിഖ് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അൽ മുത്തകബ്ബിർ, അഹങ്കാരികളാണ്. വൽ മുത്തശദ്ദിഖൂൻ, ആരാണ് മുത്തശദ്ദിഖുകൾ എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് അൽ മുത്തതാവിലു അലൻ നാസി ബികലാമിഹി, നീണ്ട സംസാരം, നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവർക്ക് എന്റെ അടുത്ത് യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്നാണ്. മാത്രമല്ല, ഓരോ പ്രഭാതത്തിലും ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ നാവിനെ വിമർശിക്കുന്നുണ്ട് എന്നാണ്. എന്താണ്? ഇദാസ്ബഹ ഇബ്നു ആദം, ആദം സന്തതി പ്രഭാതത്തിലായി കഴിഞ്ഞാൽ ഫഇന്ന ലഅളഹ കുല്ലുഹാ തുകഫിറുൽ ലിസാൻ, അവയവങ്ങൾ മുഴുവൻ നാവിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. എന്താ? ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളിലുള്ള ആളാണ് നീ അള്ളാഹനെ സൂക്ഷിക്കണം. ഫഇന്നമാ നഹ്നു ബിക്, നിനക്കനുസരിച്ചായിരിക്കും ഞങ്ങൾ. ഫൈൻ ഇസ്തഖംത ഇസ്തഖംന, നീ നേരെന്നാ ഞങ്ങൾക്കും നേരെ നിൽക്കാൻ പറ്റും. വൈൻ അഅവജ്ത, നീ വ്യതിചലിച്ചാലോ ഞങ്ങളും വ്യതിചലിക്കും. വർത്താനത്തുമെന്നാണല്ലോ ഒക്കെ ഉണ്ടാണത്, അല്ലേ? വർത്താനത്തുമെന്നാണ് ഒക്കെ ഉണ്ടാണത്. എന്നിട്ടാണ് ഇറങ്ങല്, എന്നിട്ടാണ് തല്ലല്, എന്നിട്ടാണ് കൊല്ലല്, എന്നിട്ടാണ് പിന്നെയാണ് കൊട്ടേഷൻ കൊടുക്കല്, ഒക്കെ പിന്നെ ഉണ്ടാണ്. എല്ലാ സംഗതിയും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് നാവിനോട് അങ്ങനെ പ്രത്യേകം സംസാരിക്കും എന്നാണ്. മാത്രല്ല, നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങളാണ്, ചില ആംഗ്യങ്ങള്, ചില പ്രയോഗങ്ങള്, ചില ഇരട്ടപ്പേരുകള്, അല്ലെ? തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മള് ഇരട്ടപ്പേര് വിളിച്ചാലേ തിരിച്ചറിയുള്ളൂ പറയും. ഇരട്ടപ്പേര് വിളിച്ചാലേ തിരിച്ചറിയുള്ളൂ എന്ന് പറയും. വെറുതെ പറയാണ്. വേറെ 2 അനുബന്ധങ്ങൾ പറഞ്ഞെടുത്ത തിരിച്ചറിയും. എന്നിട്ട് ഇരട്ടപ്പേര് വെച്ചിട്ടാണ് എന്ത് ചെയ്യാ മനസ്സിലാക്കുക. ഇരട്ടപ്പേരൊന്നും വേണ്ട. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഖുൽതു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക മിൻ സഫിയ്യ കദ വകദ. നബി, നിങ്ങൾക്ക് എന്തോ ഒന്ന് അവർ കുറച്ചൊരു രൂക്ഷമായിട്ട് പറഞ്ഞാണ്, നിങ്ങൾക്ക് സഫിയാന മതിയല്ലോ. ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കുള്ളത്തിയാണ് അവര്, ഉയരം കുറഞ്ഞ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇത്ര പോകുന്ന സഫിയാന മതിയല്ലോ എന്ന് ചെറിയൊരു വാക്ക് പറഞ്ഞിട്ടില്ല, അവർ ആംഗ്യം കാണിച്ചിട്ടുള്ളൂ, ജസ്റ്റ് ഒരു ആംഗ്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം എന്താ പറയുക? ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജ്തുഹു. എന്താ? നിങ്ങളാ പറഞ്ഞ വാക്ക് കടലിൽ കലർത്തിയിരുന്നെങ്കിൽ കടല് മലിനമാകുമായിരുന്നു. പിന്നെയാണ് നമ്മള് പലജാതി ഫിറ്റിങ്സ് ആളുകളുടെ നേരെ പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത്. ഒരൊറ്റ ചെറിയ ആംഗ്യത്തെക്കുറിച്ചുള്ള പ്രയോഗമാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ഇടപെട്ടിട്ട് പറഞ്ഞു, വഹകൈതുലഹു ഇൻസാനൻ, ഞാൻ ഇന്നൊരാളിലെ നബിയെ അതേപോലെയാണെന്ന് പറഞ്ഞതാണ്. വേറൊരാൾ ഉദാഹരണം പറഞ്ഞിട്ട് നബി പറഞ്ഞു, എനിക്കതൊന്നും കേൾക്കണ്ട, നീ ആ പറഞ്ഞത് ശരിയല്ല എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ഈ രംഗത്ത് നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്.
ഈ താബിഈ വര്യന്മാരിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം, ഒരാള് ഒരു രക്തസാക്ഷിയായിട്ട് കിടക്കുകയാണ് അല്ലെ. അങ്ങ് സ്വഹാബത്തിലേക്ക് അത് എത്തുന്നില്ല, പ്രവാചകനിലേക്ക് അത് എത്തുന്നില്ല. പിന്നെ ഒരാളിങ്ങനെ മരിച്ചു കിടക്കുമ്പോ രക്തസാക്ഷിയാണ്. അപ്പൊ ആ രക്തസാക്ഷിയുടെ ഉമ്മ പറയാണ് നിനക്ക് സ്വർഗമുണ്ട് എന്ന്. അപ്പൊ അവിടെ ഉള്ള ഒരാൾ ചോദിക്കുകയാണ്, അയാള് വേണ്ടാത്തതൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? രക്തസാക്ഷിയിട്ടൊന്നും കാര്യമില്ല, തൊള്ളി കൊള്ളാത്ത വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ട് 20 കൊല്ലം ഞാൻ പരിശ്രമത്തിലായിരുന്നു എന്റെ നാവിനെ ശരിയാക്കാൻ, ഇപ്പോഴും എനിക്ക് ശരിയായി വന്നിട്ടില്ല എന്ന് മഹാപണ്ഡിതൻ, ജീവിതത്തിൽ ഒരാളെയും കുറ്റം പറയാത്ത വിമർശിക്കാത്തൊരു മഹാപണ്ഡിതൻ, താബിഈങ്ങളിൽപ്പെട്ടൊരു വലിയ മനുഷ്യൻ പറഞ്ഞത് ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഉദ്ധരിച്ചു. അത് മുന്നിൽ വെച്ചുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ആരും ഇതിൽ നിന്ന് ഒഴിഞ്ഞവരല്ല. അത്രയും നാവിന്റെ ഫിത്ന അത്രയുണ്ട്. അപ്പോ ആഫാത്തുൽ ലിസാൻ, നാവ് ഉണ്ടാക്കുന്ന തിന്മകൾ കുറെ ഉണ്ട്. 10-30 പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഖുതുബയിൽ ഒരു 4-5 കൂടി പറഞ്ഞ് ഈ വിഷയം നമുക്ക് പൂർത്തീകരിക്കും. അല്ലാഹു നമ്മെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്താൻ ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മുഹറം മാസത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മുഹറം 1. അതുപ്രകാരം ചൊവ്വ ബുധനാണ് 9-10 വരിക. ചൊവ്വ 9 ബുധൻ 10. ഈ 2 ദിവസങ്ങൾക്ക് ആഷൂറ താസുആ എന്നാണ് പറയാം. 9-ന് താസുആവും 10-ന് ആഷൂറ എന്ന് പറയാം. ഇതിന്റെ ഈ 2 നോമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യുകഫറു സനത്തുൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ഒന്നാണെന്നാണ്. അപ്പോ അതൊന്ന് മനസ്സിൽ വെച്ച് നമ്മൾ ആ നോമ്പ് എന്ത് ചെയ്യണം, നിർവഹിക്കണം. കുടുംബത്തിലെ കുട്ടികളൊക്കെ നോമ്പൊൽപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോ. പിന്നെ മഴക്കാലല്ലാത്തതുകൊണ്ട്, മാത്രമല്ല സർക്കാർ അവധി കൂടിയാണ്, മുഹറം അവധിയുള്ള ദിവസമാണ്. അപ്പം അതിനെ നമ്മൾ അങ്ങനെ തന്നെ കണ്ട് ആ കാര്യം നിർവഹിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതിന്റെ ചരിത്ര സാഹചര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ മുഹറം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ ആളുകൾക്ക് 1 മുതൽ 10 വരെ ഒന്നിനും പറ്റാത്ത സമയമായിട്ടാണ് അതിനെ കാണല്. അന്ന് കല്യാണമല്ല, സൽക്കാരല്ല, ഒന്നുമില്ല അല്ലെ. പലപ്പോഴും നെഹ്സാണ്. എവിടുന്നേ നെഹ്സ് കിട്ടി? പെരുന്നാൾ ദിവസം വരെ നെഹ്സാക്കിയ കലണ്ടറുകളുണ്ട്. കള്ളി നോക്കിയിട്ട് പെരുന്നാൾ ദിവസം വരെ നെഹ്സാക്കിയ കലണ്ടർ ഉണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം. ഇത് ശുദ്ധ ഷിയായിസാണ്. അങ്ങേ ഇറാനിൽ ടെഹ്റാൻ നഗരത്തിൽ 1 മുതൽ 10 വരെയുള്ള ദിവസം നടക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താ അറിയോ? മനുഷ്യന്റെ പച്ച ശരീരത്തിൽ ഇങ്ങനെ ഇരുമ്പ് കമ്പി കൊണ്ട് അടിക്കും. BBC CNN ഒക്കെ പിന്നെ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ അവിടെ അലി റളിയല്ലാഹുവിന്റെ പുത്രൻ അവിടെ കൊല്ലപ്പെട്ടതിന്റെ ദുഃഖാചരണമാണ്. ആ ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ടാണ് 10 ദിവസം അവരൊന്നും ചെയ്യാത്തത്. അലി റളിയല്ലാഹുവിന്റെ പുത്രൻ ആരാ കൊന്നത്? മൻ ഖത്തല അൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു ആരാ കൊന്നത് എന്നുള്ള പേരിൽ ഒരു കൊച്ചു പുസ്തകമുണ്ട്. ആ കൊച്ചു പുസ്തകം എഴുതിയത് ആരറിയോ? ഷിയായിസത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ. ഷിയായിസം വിട്ടു വന്നതിന് ശേഷം തെളിവ് സഹിതം പറയാണ്, ഷിയാക്കളാണ് കൊന്നത്. അദ്ദേഹത്തെ കത്തുകൾ, 1000കണക്കിന് കത്തുകൾ എഴുതി അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കൊന്നതാണ്. പോകരുതെന്ന് അന്ന് ഇസ്ലാമിക ഭരണകർത്താക്കളും ബന്ധപ്പെട്ടവർ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഇത്രയാൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകാതിരിക്കും. അപ്പൊ ഷിയായിസം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്, അത് നമ്മൾ സൂക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് അത്തരം ചില വിഷയങ്ങളെ സംബന്ധിച്ച് അവസരം പോലെ നമുക്ക് പറയാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വേദനിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അതിൽ നിന്ന് ആശ്വാസം നൽകുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവർക്ക് അള്ളാഹു അവരുടെ രോഗത്തിൽ നിന്ന് ശമനം കൊടുക്കുമാറാകട്ടെ. വാർദ്ധക്യ സഹജമായ വേദനകളിൽ കഴിയുന്നവർക്ക് ഏറ്റവും ഹൈർ ഏതാണോ ആ ഹൈറിലേക്ക് അള്ളാഹു അവരെ എത്രയും പെട്ടെന്ന് എത്തിക്കുമാറാകട്ടെ. അവർക്ക് സ്വർഗത്തിന്റെ കാഴ്ചകൾ കണ്ട്, നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞവർക്ക് സ്വർഗത്തിന്റെ കാഴ്ചകൾ കണ്ട് ഉറങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ അനുഷ്ഠാനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.